നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ, സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ ശബ്ദമരാളങ്ങളെ, സാക്ഷാൽ നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ, സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ ശബ്ദമരാളങ്ങളെ, സാക്ഷാൽ നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ, കൽപ്പനാകാകളികൾ മൂളി വന്നെത്തുമെന്റെ സ്വപ്നചകോരങ്ങളെ, ആ കൽപ്പനാകാകളികൾ മൂളി വന്നെത്തുമെന്റെ സ്വപ്നചകോരങ്ങളെ, മാനസവേദിയിൽ മയിൽ പീലി നീർത്തിയാടും മായാമയൂരങ്ങളെ, സാക്ഷാൽ നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ, ൂഴിയിൽ ഞാൻ തീർത്ത സ്വർഗമണ്ഡപത്തിലെ ഉർവശി മേനകമാരേ, ൂഴിയിൽ ഞാൻ തീർത്ത സ്വർഗമണ്ഡപത്തിലെ ഉർവശി മേനകമാരേ, ഇന്നെന്റെ പുൽമേഞ്ഞ മൺകുടിൽ പോലും നിങ്ങൾ ഇന്ദ്രസഭാതല മാറ്റി, സാക്ഷാൽ നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ, യാചകനിവനൊരു രാജമന്ദിരം തീർത്തു രാഗസുധാരസത്താൽ വിരുന്നു നൽകി, ആ യാചകനിവനൊരു രാജമന്ദിരം തീർത്തു രാഗസുധാരസത്താൽ വിരുന്നു നൽകി, 1000 ഗാനങ്ങൾ തൻ ആനന്ദലഹരിയിൽ ഞാനലിഞ്ഞലിഞ്ഞപ്പോൾ അനശ്വരനായി സാക്ഷാൽ നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ, കൺമണിമാരെ നിങ്ങൾ കിങ്ങിണി കിളുക്കുമ്പോൾ കണ്ണുനീർ തുള്ളി പോലും നറുമുത്തു തനുനീ തുള്ളിപ്പോലും നറുമുത്തു അല്ല പരാജിത
സർലോക ഗംഗയിൽ മുങ്ങിടുമ്പോൾ സാക്ഷാനാഥ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ. സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ ശബ്ദമരാളങ്ങളെ സാക്ഷാൽ നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരി. ഒരു ഡബ്ബിംഗ് തിയേറ്ററിൽ വീണതിനെ തുടർന്ന് കാല് മുറിച്ചു മാറ്റേണ്ടി വന്ന ജോസ് പ്രകാശ് സജീവ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന അവസാന ചിത്രം പത്രമാണ്. അതിനുശേഷം ഒരു പതിറ്റാണ്ടോളം അദ്ദേഹം മലയാള സിനിമയുടെ വഴിയോരങ്ങളിൽ നിന്ന് മാറി നിന്നു. ആകാശദൂത്, കോട്ടയം കുഞ്ഞച്ചൻ, ദേവാസുരം തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹം അവതരിപ്പിച്ച ക്യാരക്ടർ വേഷങ്ങൾ അവിസ്മരണീയമായ പ്രകടന ഭംഗി കൊണ്ട് എന്നും മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട്. ഈ മുഹൂർത്തത്തിന് വേണ്ടി എത്ര കാലമായി ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ കാരണം നിരാശയിൽ നീറി നശിച്ച് കാശകാശിക്കുന്നു. നിന്റെ പ്രതികാരാഗ്നിയിൽ എന്ത് വെണ്ണീറാകാൻ ഈ ഭീഷ്മ. ജോസ് പ്രകാശിന്റെ ആദ്യകാല ചലച്ചിത്രങ്ങളിലൊന്നായ അംബ, അംബിക, അംബാലികയുടെ ഭീഷ്മരുടെ ജന്മനിയോഗം പോലെയാണ് അദ്ദേഹത്തിന്റെയും ജീവിതഗതി എത്തിച്ചേർന്നത്. ശരശയ്യയിൽ വീണ ഭീഷ്മരെ പോലെ ജോസ് പ്രകാശ് എന്ന അതുല്യ നടൻ. യുദ്ധം ചെയ്യുകയില്ലെന്നോ? നിന്നോട് ഞാൻ യുദ്ധം ചെയ്യുകയും. എങ്കിലിതാ എന്റെ ശപഥം സഫലമാകട്ടെ. പാഞ്ഞുവരും ബാലജാലങ്ങൾ തന്നുന്നിൽ പർവ്വത തുല്യനായി നിന്നു ഗംഗാത്മജൻ. നല്ല സമയം കൊടുക്കുക നിന്നസ്ത്രം എന്നു ഭഗവാൻ വിജയനോടോദിനാ. അർജുന ബാണങ്ങളേറ്റു പിതാമകൻ ആമരം പോലെ മറിഞ്ഞു വീണൂഴി. ധീരനായി ജീവിച്ച ഭീഷ്മർക്കുറങ്ങുമാ പൂവിരിയല്ല ശരശയ്യ പോരുമേ. ദാഹജലം തരൂ ഭീഷ്മർക്ക് മക്കളെ, ജീവജലം തരൂ യാത്രയാകട്ടെ ഞാൻ. അമ്പെയ്തു ഗംഗാജലം വരുത്തി പാർത്തൻ എല്ലാം ഒതുക്കിട്ടിരിക്കുന്നു മാധവൻ. തോറ്റതു ഭീഷ്മരോ അമ്പയോ ധർമ്മമോ തീർപ്പു കൽപ്പിക്കു പുരുഷാന്തരങ്ങളോ പുരുഷാന്തരങ്ങളോ. 400ഓളം സിനിമകളിൽ അഭിനയിച്ച ജോസ് പ്രകാശ് എന്ന നടന് മലയാള ചലച്ചിത്ര ലോകം അർഹിക്കുന്ന ആദരവോ അംഗീകാരമോ നൽകിയോ എന്ന കാര്യം സംശയമാണ്. മിഖായേലിന്റെ സന്തതികൾ എന്ന ടെലിവിഷൻ സീരിയലിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് അദ്ദേഹത്തെ തേടി. ജീവിത സായാഹ്നത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശീയ ഗായക പുരസ്കാരവും. റിമെമ്പർ സംതിങ്, നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും, മറക്കപ്പെടും. പക്ഷേ 1951 ശരിയോ തെറ്റോ എന്ന ചലച്ചിത്രത്തിലൂടെ ആരംഭിച്ച ജോസ് പ്രകാശിന്റെ അഭിനയ ജീവിതം 2010 പുറത്തിറങ്ങിയ ട്രാഫിക് വരെ നീളുന്നു. ട്രാഫിക്കിൽ വളരെ നിർണായകമായ ഒരു നിമിഷത്തിൽ ജോസ് പ്രകാശിന്റെ കഥാപാത്രം പ്രേക്ഷകരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മലയാള സിനിമയുടെ ഭാവിയിലേക്ക് ആ ചോദ്യം എക്കാലത്തേക്കും മുഴങ്ങി നിൽക്കും. നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും.